ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 12-ലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 21 വാക്യങ്ങളുണ്ട്. ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട് നേട്ടമില്ല എന്ന് സ്ലീഹയ്ക്ക് അറിയാമെന്നും സ്വന്തം ബലഹീനതകളിലല്ലാതെ സ്ലീഹ അഭിമാനം കൊള്ളുകയില്ല എന്നും ബലഹീനനായിരിക്കുമ്പോഴാണ് സ്ലീഹ ശക്തനായിരിക്കുന്നത് എന്നും സ്ലീഹ പറയുന്നു. തുടർന്ന് സ്ലീഹയുടെ വ്യഗ്രതകളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എനിക്ക് എന്തു ചെയ്യാൻ പലതുമുണ്ട് എന്നാണ് സ്ലീഹ പറഞ്ഞത്? ആത്മപ്രശംസ ചെയ്യാൻ. രണ്ടാമത്തെ ചോദ്യം, എന്തു ചെയ്യുന്നതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എന്നാണ് സ്ലീഹ പറഞ്ഞത്? ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട്. മൂന്നാമത്തെ ചോദ്യം, ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എന്തിലേക്ക് ഞാൻ കടക്കട്ടെ എന്നാണ് സ്ലീഹ പറഞ്ഞത്? കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും. നാലാമത്തെ ചോദ്യം, എത്ര വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നാണ് സ്ലീഹ പറഞ്ഞത്? 14 വർഷം മുമ്പ്. അഞ്ചാമത്തെ ചോദ്യം, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിവില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത്? ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ? ആറാമത്തെ ചോദ്യം, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടു എന്ന് ആർക്കേ അറിയൂ എന്നാണ് സ്ലീഹ പറഞ്ഞത്? ദൈവത്തിന്. ഏഴാമത്തെ ചോദ്യം, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങോട്ട് ഉയർത്തപ്പെട്ടു എന്നെനിക്കറിയാം എന്നാണ് സ്ലീഹ പറഞ്ഞത്? പറുദീസായിലേക്ക്. എട്ടാമത്തെ ചോദ്യം, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് കേട്ടത്? അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം, 12:5 വാക്യമനുസരിച്ച് ആരെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നാണ് സ്ലീഹ പറഞ്ഞത്? 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഈ മനുഷ്യനെക്കുറിച്ച്. പത്താമത്തെ ചോദ്യം, പൗലോസ്ലീഹ സ്ലീഹായുടെ എന്തിനെക്കുറിച്ചല്ലാതെ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പറഞ്ഞത്? സ്വന്തം ബലഹീനതകളിലല്ലാതെ അഭിമാനം കൊള്ളുകയില്ല എന്ന്. 11ാമത്തെ ചോദ്യം, ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ആരാവുകയില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഞാനൊരു ഭോഷനാവുകയില്ല എന്ന്. 12ാമത്തെ ചോദ്യം, ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാനൊരു ഭോഷനാവുകയില്ല എന്ന് സ്ലീഹ പറയാനുള്ള കാരണമെന്ത്? എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക, അതിനാൽ. 13ാമത്തെ ചോദ്യം, സ്ലീഹ എന്തുകൊണ്ട് ആത്മപ്രശംസ ഒഴിവാക്കുന്നു എന്നാണ് പറഞ്ഞത്? എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ആത്മപ്രശംസ ഞാൻ ഒഴിവാക്കുന്നു എന്ന്. 14ാമത്തെ ചോദ്യം, എന്തിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? വെളിപാടുകളുടെ ആധിക്യത്താൽ. 15ാമത്തെ ചോദ്യം, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എനിക്ക് ശരീരത്തിൽ എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഒരു മുള്ള്. 16ാമത്തെ ചോദ്യം, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എനിക്ക് ശരീരത്തിൽ നൽകിയ മുള്ള് എന്താണെന്നാണ് സ്ലീഹ പറഞ്ഞത്? എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. 17ാമത്തെ ചോദ്യം, എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് സ്ലീഹ പറഞ്ഞത്? 3 പ്രാവശ്യം. 18ാമത്തെ ചോദ്യം, പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടകലാൻ വേണ്ടി ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് സ്ലീഹായോട് എന്തു പറഞ്ഞു എന്നാണ് സ്ലീഹ പറഞ്ഞത്? നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 20ാമത്തെ ചോദ്യം, എപ്പോഴൊക്കെ ക്രിസ്തുവിനെ പ്രതി ഞാൻ സന്തുഷ്ടനാണ് എന്നാണ് സ്ലീഹ പറഞ്ഞത്? ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും. 21ാമത്തെ ചോദ്യം, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്,
എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അതിനാൽ 22-ാമത്തെ ചോദ്യം. ഞാൻ എന്തായിപ്പോയതിന് നിങ്ങളാണ് കാരണക്കാർ. ഭോഷനായിപ്പോയതിന്. 23-ാമത്തെ ചോദ്യം. ഞാൻ ഭോഷനായിപ്പോയതിന് നിങ്ങളാണ് കാരണക്കാർ എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു. അതിനാൽ 24-ാമത്തെ ചോദ്യം. ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ. 25-ാമത്തെ ചോദ്യം. എങ്ങനെയൊക്കെ ശ്ലീഹ ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു? തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും. 26-ാമത്തെ ചോദ്യം. എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് എന്നാണ് ശ്ലീഹ ചോദിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ. 27-ാമത്തെ ചോദ്യം. എത്രാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? 3-ാം പ്രാവശ്യം. 28-ാമത്തെ ചോദ്യം. ഞാനൊരിക്കലും നിങ്ങൾക്ക് എന്തായിരിക്കുകയില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഭാരമായിരിക്കുകയില്ല എന്ന്. 29-ാമത്തെ ചോദ്യം. ഞാനൊരിക്കലും നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. അതിനാൽ. 30-ാമത്തെ ചോദ്യം. മാതാപിതാക്കന്മാർ ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത്? മക്കൾക്ക് വേണ്ടി. 31-ാമത്തെ ചോദ്യം. മക്കൾ ആർക്കു വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്? മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല. 32-ാമത്തെ ചോദ്യം. ആർക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി. 33-ാമത്തെ ചോദ്യം. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എങ്ങനെ എനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അതീവ സന്തോഷത്തോടെ. 34-ാമത്തെ ചോദ്യം. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും നിങ്ങൾ എന്നെ ഡാഷ് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? കുറച്ചു മാത്രമാണോ? 35-ാമത്തെ ചോദ്യം. ശ്ലീഹ കൊരിന്തോസുകാരെ എന്തു ചെയ്തില്ല എന്നവർ സമ്മതിക്കുമെങ്കിലും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ശ്ലീഹ അവരെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന്. 36-ാമത്തെ ചോദ്യം. ശ്ലീഹ കൊരിന്തോസുകാരെ എങ്ങനെ വശപ്പെടുത്തുകയായിരുന്നു എന്നാണ് കൊരിന്തോസുകാർ പറയുന്നത്? എന്നാണ് ശ്ലീഹ പറയുന്നത്? കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന്. 37-ാമത്തെ ചോദ്യം. ശ്ലീഹ കൊരിന്തോസുകാരെ എങ്ങനെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് കൊരിന്തോസുകാരോട് ചോദിച്ചത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. 38-ാമത്തെ ചോദ്യം. 12-18 വാക്യമനുസരിച്ച് ആര് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? തീത്തോസ്. 40-ാമത്തെ ചോദ്യം. തീത്തോസ് നിങ്ങളെ എന്തു ചെയ്തില്ലല്ലോ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? കബളിപ്പിച്ചില്ലല്ലോ. 41-ാമത്തെ ചോദ്യം. എങ്ങനെയല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് എന്നാണ് ശ്ലീഹ ചോദിച്ചത്? ഒരേ ആത്മാവിലല്ലേ പ്രവർത്തിച്ചത് എന്ന്. 42-ാമത്തെ ചോദ്യം. എങ്ങനെയല്ലേ ഞങ്ങൾ നടന്നത് എന്നാണ് ശ്ലീഹ ചോദിച്ചത്? ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് എന്ന്. 43-ാമത്തെ ചോദ്യം. നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഇതാണോ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു എന്നാണോ? 44-ാമത്തെ ചോദ്യം. 12-19 വാക്യമനുസരിച്ച് ശ്ലീഹ എന്താണ് കൊരിന്തോസുകാരെ അഭിസംബോധന ചെയ്തത്? പ്രിയപ്പെട്ടവരെ. 45-ാമത്തെ ചോദ്യം. കൊരിന്തോസുകാരുടെ എന്തിനു വേണ്ടി ഞങ്ങൾ ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? അഭ്യുന്നതിക്ക് വേണ്ടി. 46-ാമത്തെ ചോദ്യം. കൊരിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഞങ്ങൾ ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് എന്ന്. 47-ാമത്തെ ചോദ്യം. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ഡാഷ് നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആഗ്രഹിക്കുന്ന നിലയിൽ. 48-ാമത്തെ ചോദ്യം. ഞാൻ വരുമ്പോൾ എന്തൊക്കെയായിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും
അസ്വസ്ഥതയുമായിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത് എന്ന്. 49-ാമത്തെ ചോദ്യം. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യുമോ എന്നെനിക്ക് ഭയമുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്. എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന്. 50-ാമത്തെ ചോദ്യം. ആരെക്കുറിച്ചോർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.